നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിൽ ജില്ലാതല ലഹരി വിരുദ്ധ ദിനം സീനിയർ സിവിൽ ജഡ്ജ് സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. MG റോഡിലെ കുഴിയിൽ സ്കൂട്ടറിൽ നിന്ന് വീണ് മകന്റെ ശരീരത്തിലൂടെ ബസ് കയറി 22-കാരൻ മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. പുത്തൂർ സെന്റ് തോമസ് കൊറോണ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലീഹായുടെ 103-ാം ദുഃഖറാന തിരുനാളിന് കൊടിയേറി. കേരള കാർഷിക സർവകലാശാല ബിരുദദാന ചടങ്ങ് കേരള ഗവർണർ വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കേരള കാർഷിക സർവകലാശാലയുടെ 2024 ബിരുദദാന ചടങ്ങ് ഹയാത്ത് റീജൻസിയിൽ ഗവർണർ വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു. കൃഷിമന്ത്രി P. പ്രസാദ്, റവന്യൂ മന്ത്രി K. രാജൻ, വൈസ് ചാൻസലർ ഡോക്ടർ B. അശോക് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. കൃഷി, എഞ്ചിനീയറിംഗ്, ഫോറസ്ട്രി എന്നീ ഫാക്കൽറ്റികളിലായി 70 പേർക്ക് ഡോക്ടറേറ്റും 222 പേർക്ക് ബിരുദാനന്തര ബിരുദവും 565 പേർക്ക് ബിരുദവും 65 പേർക്ക് ഡിപ്ലോമയും നൽകി. 117 പേർ നേരിട്ട് പങ്കെടുത്തില്ല. കേരള കാർഷിക സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ A. സക്കീർ ഹുസൈൻ, ഡോക്ടർ S. ഗോപകുമാർ, ഡോക്ടർ സലജ തുടങ്ങിയവരും പങ്കെടുത്തു. തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുന്നതിനുള്ള ഒരു ശ്രമത്തിലാണ് സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വലിയ മെച്ചങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മെച്ചങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ കർഷകരുടെ വരുമാനത്തിൽ അത് പ്രതിഫലിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം കൂടിയിട്ടാണ്. ബഹിരാകാശത്തേക്ക് നമ്മുടെ നെല്ലിനങ്ങൾ പോകുമ്പോൾ, എള്ള് ഇനങ്ങൾ പോകുമ്പോൾ, തക്കാളി വിത്തുകളൊക്കെ പോകുന്ന അവസരത്തിൽ നമുക്ക് അഭിമാനത്തോടു കൂടി അത് നിൽക്കാൻ കഴിയുന്നൊരു മുഹൂർത്തമാണ് ഇതെല്ലാം. നമ്മുടെ ഉമയും ജ്യോതിയും നമ്മുടെ എള്ളിനമായ തിലധാരയും എല്ലാം ബഹിരാകാശത്തേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് എത്തുന്നു പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ അത്തരമൊരു ഇനങ്ങളൊക്കെ സൃഷ്ടിച്ചെടുക്കുന്നതിനകത്ത് ഈ സർവകലാശാലയാണ് ഏറ്റവും വലിയ അധ്വാനം ചെയ്തത്. ആ അധ്വാനം ചെയ്തത് ഈ മണ്ണിൽ കർഷകരുടെ വിജയത്തിനായിട്ടായിരുന്നു. ഡോക്ടർ S. ഗോപകുമാർ, ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, സഹോദരി സഹോദരന്മാരെ, and my young dear students. You are passing out now having degrees in your hand, and that itself is a great joyful day for all of you. Your parents too. Many of your parents are here. It is a proud moment for them. And that achievement is being given to them. You have offered this offering to your parents. Just cannot forget the parents. Arjun Prakash KV, Doctor of Philosophy, Agricultural Engineering, KLPG College of Agricultural Engineering and Food Technology, Tavanur. Chetan BJ, Doctor of Philosophy in Agricultural Engineering, KLPG College of Agricultural Engineering and Food Technology, Tavanur. Sharanya S, Doctor of Philosophy in Agricultural Engineering, KLPG College of Agricultural Engineering and Food Technology, Tavanur. ജില്ലാതല അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആഘോഷിച്ചു. ലഹരിമുക്ത സമൂഹം സൃഷ്ടിക്കുന്നതിലേക്കുള്ള സംയുക്ത ശ്രമങ്ങളുടെ ഭാഗമായി ജില്ലാ സാമൂഹ്യനീതി ഓഫീസ്, കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ്, ഡ്രീം, NSS, ഡോൺ ബോസ്കോ കോളേജ് മണ്ണുത്തി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ജില്ലാതല അവബോധ പരിപാടികൾ ഡോൺ ബോസ്കോ കോളേജ് മണ്ണുത്തിയിൽ സംഘടിപ്പിച്ചു. ചടങ്ങിന് തുടക്കം കുറിച്ച് സരിത രവീന്ദ്രനായിരുന്നു. സീനിയർ സിവിൽ ജഡ്ജ്, ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി, തൃശൂർ. ലഹരി ഉപയോഗം തടയുന്നതിന് സാമൂഹിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ കൂടുതൽ ജാഗ്രതയും ഇടപെടലുകളും ആവശ്യമാണ് എന്നതായിരുന്നു അവരുടെ സന്ദേശം. ലതാ ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അധ്യക്ഷത വഹിച്ചു.
നാഷണൽ സർവീസ് സ്കീം NCP സന്നദ്ധ പ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും സജീവ പങ്കാളിത്തം കൊണ്ട് പരിപാടി ഉത്സാഹപൂർണ്ണമായിരുന്നു. വിവിധ സാംസ്കാരിക പരിപാടികളും ലഹരി വിരുദ്ധ സന്ദേശവുമായി സംവാദങ്ങളും ഉണ്ടായി. യുവജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ലഹരി ഉപയോഗത്തിനെതിരായ ബോധവൽക്കരണം ശക്തമായി പങ്കുവയ്ക്കാനായി. നിരവധി വ്യക്തികൾ ആശംസകളുമായി മുന്നോട്ട് വന്നു. ഫാദർ സിറിൽ എടമന SDB മാനേജർ, ഫാദർ ജിമ്മി ജോസ് SDB പ്രിൻസിപ്പൽ, മിനു തോമസ് വൈസ് പ്രിൻസിപ്പൽ, അനീഷ ആന്റണി ഡ്രീം കോർഡിനേറ്റർ, അജീഷ് AS NSS പ്രോഗ്രാം ഓഫീസർ എന്നിവർ പരിപാടിയുടെ പ്രസക്തിയും സമൂഹത്തിനുള്ള ഗണ്യമായ പങ്ക് കൈവരിച്ചതിന്റെയും തനിമയോടെയും പ്രതിബദ്ധതയോടെയും കാഴ്ചവെച്ചതും ചൂണ്ടിക്കാട്ടി. ലീഗൽ സർവീസസ് അതോറിറ്റി മൊത്തം 4 പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു DLSA മാത്രം ഓഫീസിൽ. അപ്പോൾ ആ പ്രോഗ്രാംസ് എല്ലാം കുട്ടികളില്ലാത്തതുകൊണ്ട് ക്യാൻസൽ ചെയ്തു. ഈ പ്രോഗ്രാം നടക്കുമോ എന്നറിയാൻ ഞാൻ സാമൂഹ്യനീതി ഓഫീസറെ നമുക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു, മാഡം എന്തായാലും ഈ പ്രോഗ്രാം നടക്കും, കുട്ടികൾ വരുമെന്ന് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ഇന്ന് സ്കൂളിൽ അവധി പ്രഖ്യാപിച്ചപ്പോഴും നിങ്ങളുടെ ആത്മാർത്ഥതയോടുള്ള ഒരു സമീപനം, നിങ്ങൾ ഇത്രയും പേര് ഇവിടെ എത്തുവാൻ കാണിച്ച ആ മനസ്സിന് എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത, മേയറുടെയും സെക്രട്ടറിയുടെയും പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. തൃശൂർ MG റോഡിൽ കുഴിയിൽ അമ്മയും മകനും സ്കൂട്ടറിൽ നിന്ന് വീണ് ശരീരത്തിലൂടെ ബസ് കയറി 22 വയസ്സുള്ള ചെറുപ്പക്കാരൻ മരിക്കുകയും അമ്മയ്ക്ക് ഗുരുതരമായ പരിക്കുകൾ പറ്റി അപകടനില തരണം ചെയ്യാത്ത സ്ഥിതിയിലുമാണ്. MG റോഡിലടക്കമുള്ള കുഴികൾ അടയ്ക്കാൻ കൌൺസിൽ തീരുമാനമുണ്ടായിട്ടും ലക്ഷക്കണക്കിന് രൂപയുടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് വർക്ക് ഓർഡർ നൽകിയിട്ടും പ്രവൃത്തികൾ ചെയ്യാത്തത് മൂലമാണ് ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടപ്പെട്ടത്. ഇത് ക്രിമിനൽ കൊലക്കുറ്റമാണ്. മേയറുടെയും കോർപ്പറേഷൻ സെക്രട്ടറിയുടെയും എഞ്ചിനീയറുടെയും പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ MG റോഡിലെത്തി വഴി തടഞ്ഞ് കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചു. ജോൺ ഡാനിയേൽ, ലാലി ജെയിംസ്, ലീല ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിൽ മേയറെയും സെക്രട്ടറിയും അറസ്റ്റ് ചെയ്യുക എന്നാവശ്യപ്പെട്ട് വഴിതടയൽ നടത്തി. ഏകദേശം 1 വർഷം മുൻപ് കോർപ്പറേഷൻ റോഡിലെ കുഴിയിൽ ചിയ്യാരം സ്വദേശിയായി വീട്ടമ്മ മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ ക്രിമിനൽ കേസ് എടുക്കുന്നതുവരെ കൌൺസിലിനകത്തും പുറത്തും ശക്തമായ സമരങ്ങളിലൂടെ മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മരിച്ച വിഷ്ണുദാസിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതിനോടൊപ്പം കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം കോർപ്പറേഷൻ നൽകണമെന്നും അമ്മ പത്മിനിയുടെ ചികിത്സാ ചിലവ് പ്രധാന ആശുപത്രിയിലേക്ക് മാറ്റി തുടർ ചികിത്സ കോർപ്പറേഷൻ ഏറ്റെടുക്കണമെന്നും രാജൻ പല്ലൻ ആവശ്യപ്പെട്ടു. തൃശൂർ MG റോഡിൽ രാവിലെ ഉണ്ടായ അപകടത്തിൽ അമ്മയ്ക്കും മകനും പരിക്കേറ്റ് മകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ MG റോഡ് ഉപരോധിച്ചു. റോഡുകളിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാതെ കുഴികളായി മാറിയിട്ടും കുഴികൾ അടയ്ക്കാനോ റോഡ് റീടാർ ചെയ്യാനോ മേയർക്ക് സമ്മതമില്ലാതെ ടൂർ പോകാനുള്ള തിരക്കിലാണ്. മേയറെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ V. ആതിര, പൂർണിമ സുരേഷ്, ജില്ലാ സെക്രട്ടറിമാരായ നിജി KG, മുരളി കൊളങ്ങാട്ട്, മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C. മേനോൻ, ജനറൽ സെക്രട്ടറിമാരായ മുരളീനാഥ് എന്നിവരും സമരത്തിന് നേതൃത്വം നൽകി. തൃശൂർ കോർപ്പറേഷന്റെ ഗുരുതരമായ അനാസ്ഥയുടെ രക്തസാക്ഷിയാണ് MG റോഡിലെ കുഴി ഒഴിവാക്കാനായി ബൈക്ക് വെട്ടിച്ചപ്പോൾ ബസ് കയറി മരിച്ച യുവാവെന്ന് KPCC സെക്രട്ടറിയും കൌൺസിലറുമായ ജോൺ ഡാനിയേൽ. റോഡിലെ കുഴികൾ അടയ്ക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മേയറോട് ആവശ്യപ്പെട്ടതാണ്. റോഡിലെ കുഴി ജീവനെടുത്തപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ച കൌൺസിലർമാർക്കെതിരെ കേസെടുത്ത പോലീസ് റോഡിലെ കുഴി ജീവനെടുത്ത യുവാവിന്റെ മരണത്തിന് കാരണക്കാരായ മേയർക്കെതിരെയും കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെയുമാണ് കേസെടുക്കേണ്ടത്. കോർപ്പറേഷന്റെ കീഴിലുള്ള റോഡിലെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മേയർ രാജിവെച്ചൊഴിയണം. മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. കോടികളുടെ പ്രഖ്യാപനം നടത്തുന്ന മേയറും ഇടത് ഭരണസമിതിയും നിസ്സാരമായ തുക ചെലവഴിച്ച് റോഡിലെ കുഴികൾ അടച്ചിരുന്നുവെങ്കിൽ ജീവൻ നഷ്ടപ്പെടാതെ നോക്കാമായിരുന്നു. വിഷയത്തിൽ മേയറുടെ രാജി ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തും. പുതുക്കാട് മണ്ഡലത്തിലെ ടോൾ സമാന്തര പാതയായ മണലി മടവാക്കര റോഡിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപയുടെ നവീകരണ പ്രവൃത്തികൾ നടത്തിയാണ് റോഡ് നാടിന് സമർപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം 55 ലക്ഷം രൂപയും റോഡിന്റെ വശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഐറിഷ് ഡ്രൈൻ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കും MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് 8.3 ലക്ഷം രൂപയും അനുവദിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് അംഗം KV ഷാജി, അസിസ്റ്റന്റ് സെക്രട്ടറി MC മാറ്റ്ലി, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു.
കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ട് ദുരന്ത നിവാരണം വിദഗ്ധ സംഘം സന്ദർശനം നടത്തി. വർഷക്കാലത്ത് നഗരത്തിൽ ദുരിതം വിതയ്ക്കുന്ന വെള്ളക്കെട്ട് ദുരന്ത നിവാരണത്തിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ തൃശൂരിൽ നിന്നുള്ള ലോക്സഭാംഗവും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി ചുമതലപ്പെടുത്തിയ ഡോക്ടർ KG പത്മകുമാറിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം തൃശൂരിൽ വെള്ളപ്പൊക്കത്തിന് അടിസ്ഥാനമായ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി. ജൂൺ 17 പെരിങ്ങാവ് ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ ഹാളിൽ ജനപ്രതിനിധികളും പ്രശ്നബാധിതരുമായി നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് സ്ഥല സന്ദർശനം. താണിക്കുടം പുഴയും കുണ്ടുവാറ തോടും കോർപ്പറേഷൻ കനാലും പഞ്ചിക്കൽ തോടും പുഴയ്ക്കൽ പ്രദേശവും സന്ദർശിച്ച് സുഗമമായ നീരൊഴുക്കിനുള്ള സാധ്യതകൾ ആരാഞ്ഞു. വിവിധയിടങ്ങളിലെ നീരൊഴുക്ക് അളക്കുകയും ജലത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു. വിശദമായ അപഗ്രഥനത്തിനു ശേഷം റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കും. കൌൺസിലർമാരായ പൂർണിമ സുരേഷ്, NV രാധിക, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, കേന്ദ്രമന്ത്രിയുടെ പ്രതിനിധികളായ രാജേഷ് നായർ, നിമ വിനോദ്, ദിനേഷ് കുമാർ കരിപ്പേരിൽ, ശ്രീജി V മോഹൻ, വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും സ്ഥലം സന്ദർശിച്ചു. മുല്ലക്കര മണ്ണുത്തി ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂൾ ക്ലബ്സ് ആൻഡ് ഹൌസ് സിസ്റ്റം മുൻ ഓഡിറ്റർ ജനറൽ കുര്യൻ വിധേയത്തിൽ IPS ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോയ്സ് തോണിക്കുഴിയിൽ റെക്ടർ മാനേജർ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ അനു ചുങ്കത്ത് മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തി. ഫാദർ ജോയ്സി തോണിക്കുഴിയിൽ മുഖ്യാതിഥിയെ സ്വീകരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രിൻസിപ്പാൾ ഫാദർ ടോണി ചിറക്കൽ സ്വാഗതവും കോർഡിനേറ്റർ AA യേശുദാസ് നന്ദിയും അറിയിച്ചു. നടത്തറ പഞ്ചായത്തിന്റെ ദീർഘകാല പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന ശ്രീധരൻ കാട്ടുങ്ങലിന്റെ 25ാം ചരമവാർഷിക ദിനാചരണം പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് പോൾ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി ML ബേബി മുഖ്യപ്രഭാഷണം നടത്തി. ES അനിരുദ്ധൻ, PU ചന്ദ്രശേഖരൻ, P ബാലകൃഷ്ണൻ, ദിവാകരൻ ചുങ്കത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ബിന്ദു കാട്ടുങ്ങൽ, ഷെർലി മോഹനൻ, P രവീന്ദ്രൻ, EP സുധാകരൻ, കൃഷ്ണൻ VA, VK സുബ്രൻ, റോണി കുര്യൻ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ,
റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങനില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തൃശൂർ മഹാസഭ സംഘടിപ്പിക്കുന്ന ശിവയോഗി സ്മൃതി ജൂൺ 29 സാഹിത്യ അക്കാദമി ഹാളിൽ പ്രൊഫസർ K. സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. CP കാർത്തികേയൻ അധ്യക്ഷനാകും. മുൻ മന്ത്രി C. രവീന്ദ്രനാഥ് മുഖ്യാതിഥിയായിരിക്കും. സംസ്കൃത സർവകലാശാല മുൻ VC ഡോക്ടർ ധർമ്മരാജ് അടാട്ട് മുതിർന്ന പ്രവർത്തകരെ ആദരിക്കും. ആലങ്കോട് ലീലാകൃഷ്ണൻ, TK ശക്തിധരൻ, MN വിജയകുമാർ, ഡോക്ടർ CK രത്നകുമാരി എന്നിവർ സംസാരിക്കും. ധർമ്മരാജ് അടാട്ട്, പ്രഭാകരൻ പഴശ്ശി, CK വേലായുധൻ, VK നാരായണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് കേരള ഘടകം ജൂൺ 29 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഹോട്ടൽ അശോക ഇന്നിൽ സംഘടിപ്പിക്കുന്ന ചർച്ച DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ ഉദ്ഘാടനം ചെയ്യും. തൊഴിലിടങ്ങളിലെ സമ്മർദ്ദം എങ്ങനെ മറികടക്കാമെന്ന വിഷയത്തിൽ നടക്കുന്ന ചർച്ചയിൽ ആയിരക്കണക്കിന് പ്രൊഫഷണലുകൾ അവരുടെ അനുഭവം പങ്കുവയ്ക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് PS സുനിൽകുമാർ, സെക്രട്ടറി ഷാനു ജോർജ് എന്നിവർ പങ്കെടുത്തു. സെന്റ് തോമസ് ചർച്ച് പടവരാട് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ശ്ലീഹായുടെ ദുഃഖ്രാന തിരുനാളിന് കൊടിയേറി. അതിരൂപത വികാരി ജനറൽ റവറൻഡ് മോൺസിഞ്ഞോർ ജോസ് കോനിക്കര, ഇടവക വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി എന്നിവർ തിരുനാൾ കൊടിയേറ്റത്തിനും ആഘോഷമായ പാട്ടുകുർബാനയ്ക്കും നേതൃത്വം നൽകി. തിരുനാൾ ജനറൽ കൺവീനറും ഇടവക ട്രസ്റ്റിയുമായ ജോബി പെരുമ്പിള്ളി, ഇടവക ട്രസ്റ്റിമാർ വർഗീസ് പ്ലാക്കൽ, ജോഷി പൊട്ടക്കൽ, റിൻഡോ പുതുശ്ശേരി, ജോയിന്റ് കൺവീനർമാർ വിനോദ് മുള്ളംകുഴി, ഫ്രിജോ ഫ്രാൻസിസ്, ഫൈനാൻസ് കൺവീനർ ടോണി എടത്തിരുത്തിക്കാരൻ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങളായ ബെന്നി മുത്തിപ്പീടിക, തോമസ് TT, താരു ചെമ്മണ്ണൂർ, ഷാജു കീറ്റിക്ക, ജോസ്മോൻ വടക്കൻ, ബെന്നി പാറോക്കാരൻ, ദേവാലയ ശുശ്രൂഷി ആന്റണി ചാഴുക്കാരൻ, യൂണിറ്റ് പ്രസിഡന്റുമാർ, ഇടവക ജനങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലയിലെ സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾക്കായി സംസ്ഥാനതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ജൂൺ 28 കുട്ടനല്ലൂർ സ്പോട്ടേക്കർ ടർഫി മത്സരങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. IM വിജയരെ ആദരിക്കും. വിജയികൾക്ക് 25,000, 15,000, 10,000 രൂപ ട്രോഫികൾ സമ്മാനിക്കും. ഉച്ചകഴിഞ്ഞ് നടക്കുന്ന സെമിഫൈനൽ മത്സരങ്ങൾ സിറ്റി പോലീസ് ചീഫ് R. ഇളങ്കോ IPS ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ IN രാജേഷ്, PK രാജു, ഡോക്ടർ മഹേഷ് കുമാർ, PV പ്രജേഷ് എന്നിവർ പങ്കെടുത്തു. ജവഹർ ബാൽ മഞ്ച് മണ്ണുത്തി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 ലഹരി വിരുദ്ധ ദിനാചരണം നടക്കുന്നു. ജൂൺ 26 വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് മണ്ണുത്തി പട്ടാളക്കുന്നിൽ വെച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ബോധവൽക്കരണ ക്ലാസും മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു ഉദ്ഘാടനം ചെയ്തു. കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞു കുട്ടികൾ പോലും 8ാം ക്ലാസ് മുതൽ തന്നെ ലഹരിയുടെ ഉപയോഗം അത് ആദ്യം ആൺകുട്ടികളിൽ മാത്രമാണ് കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ പെൺകുട്ടികൾ പോലും ലഹരി ഉപയോഗിക്കുന്ന, ആർക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത അത്ര വലിയൊരു വിപത്തായി ലഹരിയുടെ ഉപയോഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലഹരിയുടെ ഉപയോഗം കൊണ്ടിന്ന് കേരളത്തിലെ എല്ലാ വാർത്താമാധ്യമങ്ങളിലും പത്രദ്വാര ഉള്ള വാർത്തകളിലൊക്കെ കാണാം, മകൻ അമ്മയെ വെട്ടിക്കൊന്നു. അത് ലഹരിയുടെ അടിസ്ഥാനത്തിലാണ്.
ഭാര്യ ഭർത്താവിനെ വെട്ടിക്കുന്നു, അത് ലഹരി മരുന്നിൻ്റെ അടിസ്ഥാനത്തിലാണ്. കുട്ടികൾക്ക് പണം ലഭ്യമാകാതെ വരുമ്പോൾ തുടക്കത്തിൽ ലഹരി നൽകുന്ന ആളുകൾ, ഇതിൻ്റെ വലിയ റാക്കറ്റുകൾ ഈ ലഹരി കൊടുക്കുന്നത് വളരെ സൗജന്യമായിട്ടായിരിക്കും. പിന്നീട് അത് ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അവരിൽ നിന്ന് വലിയ സാമ്പത്തികമായ പണം അവർ ആവശ്യപ്പെടുന്നു. ഇത് കിട്ടാതെ വരുമ്പോൾ വീട്ടിൽ അവർ കലാപം ഉണ്ടാക്കുന്നു, വീട്ടിലെ ആളുകളെ കൊല്ലുന്നതടക്കം നടക്കുന്നു, കക്കാൻ പോകുന്നു, കളവിലേക്ക് പോകുന്നു. അങ്ങനെ കുട്ടികളുടെ ദൈനംദിന ധാർമ്മിക ജീവിതത്തെ തകർക്കുന്ന ഒരു വലിയ നീരാളിപ്പിടുത്തമായി കേരളത്തിലുടനീളം ലഹരി വർദ്ധമാനമായിക്കൊണ്ടിരിക്കുന്നു. ലോകത്താകമാനം തന്നെ 300 ബില്യണോളം ജനങ്ങൾ ഇതിന് അടിമപ്പെട്ടിരിക്കുന്നു. 326 മില്യൺ ഡോളറാണ് ഒരു വർഷം ഈ ലോകത്താകമാനം ലഹരിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലഹരി മാഫിയുടെ ആ പിടുത്തം നമുക്ക് ആലോചിച്ചാൽ അറിയാം. കേരളത്തിൽ പല സ്കൂളുകളും സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ പല പ്രത്യേക പ്രദേശങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കേരളം കൂപ്പൂത്തിയിരിക്കുന്നു. ഇതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി സർക്കാരും പൊതുജനങ്ങളും ബഹുജനങ്ങളും സന്നദ്ധ സംഘടനകളും നാട്ടുകാരും ഒരുമിച്ചുകൊണ്ട് രക്ഷാകർത്താ സമിതിയും എല്ലാം ഒരുമിച്ചുകൊണ്ട് ശക്തമായി പോരാടണം. നമുക്ക് ലഹരി വേണ്ടത് നമ്മുടെ ജീവിതത്തോടായിരിക്കണം, നമുക്ക് ലഹരി വേണ്ടത് പഠിത്തത്തോടായിരിക്കണം, നമുക്ക് ലഹരി വേണ്ടത് കലയോടായിരിക്കണം, നമുക്ക് ലഹരി വേണ്ടത് സാഹിത്യത്തോടായിരിക്കണം. നിത്യരോഗിയാക്കുന്ന ക്രൂരനാക്കുന്ന കൊലയാളിയാക്കുന്ന രാസലഹരികൾക്കൊന്നിനും ഞങ്ങൾ അടിമയാകില്ലെന്ന് മഹാത്മാഗാന്ധിയുടെ സൽവചനങ്ങൾ ഉൾക്കൊണ്ട് ഇന്നേ ദിവസം ലഹരി വിരുദ്ധ ദിനത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഒരുവിധ ലഹരിയും ഞങ്ങൾ ഉപയോഗിക്കില്ല. പ്രതിജ്ഞ. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലീഹായുടെ 103ാമത് ദുഃഖ്രാന തിരുനാളിന് കൊടിയേറി. ഫൊറോന വികാരി ഫാദർ ജോർജ് പനക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. 29 ഞായറാഴ്ച വിശുദ്ധ തോമസ് ലീഹായുടെയും വിശുദ്ധ അന്തോണിസിന്റെയും സംയുക്ത ഊട്ടുതിരുനാൾ ആചരിക്കും. രാവിലെ 9 ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ നിർമ്മൽ അക്കരപ്പട്ടേക്കൽ മുഖ്യ കാർമ്മികനാകും. ജൂലൈ 2 വൈകിട്ട് കൂടുതുറക്കൽ മുൻ വികാരി ഫാദർ ജോൺ മൂനൽ മുഖ്യ കാർമ്മികനാകും. തിരുനാൾ ദിനമായ ജൂലൈ 3 ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് മുൻ വികാരി ഫാദർ ജോർജ് തേർമടം കാർമ്മികനാകും. ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് സന്ദേശം നൽകും. ആഘോഷങ്ങൾക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ റെജി തോമസ്, ജനറൽ കൺവീനർ ടോണി അന്തിക്കാടൻ, ജോയിന്റ് കൺവീനർ പ്രിൻസൺ ഐനിക്കൽ, കൈക്കാരന്മാരായ സണ്ണി മാളിയക്കൽ, ഷോയ് മാളിയക്കൽ, സന്തോഷ് ആട്ടോക്കാരൻ, ഷാജി തട്ടിൽ എന്നിവർ നേതൃത്വം നൽകും. ജില്ലയിൽ ഏക ഡി അഡിക്ഷൻ സെന്ററായ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ സെന്റർ ചാലക്കുടി ലയൺസ് ക്ലബ് പുനർനിർമ്മാണം നടത്തിയതായി ചാലക്കുടി ലയൺസ് ക്ലബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 28 താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സെന്റർ ഉദ്ഘാടനം ചെയ്യും. എന്റെ പരിസരം എന്റെ ശുചിത്വം എന്ന പരിപാടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ലയൺസ് ക്ലബ് ഭാരവാഹികളായ ജെയിംസ് പോൾ വളപ്പില, ജോമി കാവുങ്കൽ, സാജു പാത്താടൻ, VS സന്ദീപ്, ഈപ്പൻ തോമസ് എന്നിവർ പങ്കെടുത്തു. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. കോട്ടൺ മുണ്ടിന് JBC, കസവ് സാരിക്ക് JBC, കാവിലുങ്കിക്ക് ജിൻഡോസ്, ഫോർമൽ ഷർട്ടിന് അൽത്തോബി. JBC ജിൻഡോസ് അൽത്തോബി. വ്യക്തിത്വത്തെ നെയ്തെടുക്കുന്നു. JBC, ബിന്ദുസ്, അൽത്തോബി. JB കമ്പനി ഉൽപ്പന്നം, ഈറോഡ്. വാർത്തകൾ തുടരുന്നു.
കാലവർഷക്കെടുതിയിൽ വീട് തകർന്ന 2 കുടുംബങ്ങൾക്ക് താങ്ങായി KCB എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയും ഒല്ലൂർ സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റും. ഒല്ലൂർ സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റ് KCB എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ യൂണിറ്റിന്റെ പൂർണ്ണ സഹകരണത്തോടെ കാലവർഷക്കെടുതിയിൽ വീട് തകർന്ന 2 കുടുംബങ്ങൾക്ക് താങ്ങായി പണികഴിപ്പിച്ച ഒന്നാമത്തെ വീടിന്റെ താക്കോൽദാനം കുരീച്ചിറ മമ്മി ഡാഡിക്ക് സമീപവും രണ്ടാമത്തെ വീടിന്റെ താക്കോൽദാനം പടവരാട് പള്ളിക്ക് സമീപവും KCB എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് S. സുരേഷ് കുമാർ നിർവഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ ജോസ് പറമ്പൻ അധ്യക്ഷത വഹിച്ചു. മുൻ എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് NT ജോബ്, എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ സ്റ്റേറ്റ് സെക്രട്ടറി റാഫി മുഹമ്മദ്, സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി PS. കുഞ്ഞുണ്ണി, ഡിവിഷൻ കൌൺസിലർ സുനിൽ രാജ്, KCB എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ തൃശൂർ യൂണിറ്റ് വൈസ് ചെയർമാൻ ജിജി ഫ്രാൻസിസ്, യൂണിറ്റ് സെക്രട്ടറി റിജോ, ട്രസ്റ്റ് അംഗങ്ങൾ റെനി ജോയ്, ശോഭന എന്നിവർ സംസാരിച്ചു. വൈസ് ചെയർമാൻ ശശി പോട്ടേൽ സ്വാഗതവും അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് സലിൽ PC നന്ദിയും അറിയിച്ചു. കുടുംബത്തിലെ പ്രശ്നങ്ങളും കഷ്ടതകളും അറബി ജ്യോതിഷം വരെ മാറ്റിത്തരാമെന്ന് വിശ്വസിപ്പിച്ച് പ്രതിയുടെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. ഒറ്റപ്പാലം സ്വദേശി പാലക്കപ്പറമ്പിൽ വീട്ടിൽ യൂസഫ് അലിയെയാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. 1,50,000 രൂപയും അതിജീവിത ധരിച്ച 8 പവൻ സ്വർണ്ണാഭരണങ്ങളും കൈക്കലാക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ്. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബൈജു ER, സബ് ഇൻസ്പെക്ടർ ബാബു ജോർജ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ സിന്ധു, മിനി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ധനേഷ്, ഷൌക്കർ, രാഹുൽ, ഹരിശങ്കർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ബൈക്ക് മോഷണക്കേസിലെ പിടികിട്ടാപ്പുള്ളി പൂമ്പാറ്റ സന്തോഷ് റിമാൻഡിൽ. ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. സന്തോഷ് ചാലക്കുടി, പുതുക്കാട്, വടക്കാഞ്ചേരി സ്റ്റേഷനുകളിൽ കവർച്ച, മോഷണം, മയക്കുമരുന്ന് ഉപയോഗം എന്നിങ്ങനെ 8 കേസുകളിലെ പ്രതിയാണ്. ചാലക്കുടി DVSP PC ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സതീശൻ മടപ്പാട്ടിൽ, PM മൂസ, BU സിൽജോ, റെജി AU, ബിനു MJ, ഷിജോ തോമസ്, സുർജിത് സാഗർ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. അന്തർജില്ലാ രാസലഹരി വിൽപ്പനക്കാരായ ദമ്പതികളടക്കം 5 പ്രതികൾ ചൂലൂരിൽ നിന്ന് കാർ കവർച്ച ചെയ്ത കേസിൽ റിമാൻഡിൽ. കവർച്ച ചെയ്ത കാറും കസ്റ്റഡിയിൽ. മലപ്പുറം ജില്ലാ അന്തിയൂർക്കുന്ന് സ്വദേശി മുബാഷിർ, കൗങ്ങാരപ്പറമ്പിൽ വീട്ടിൽ തഫ്സീന, കോഴിക്കോട് CP വീട്ടിൽ അസ്ലം, മാളിയേക്കൽ വീട്ടിൽ സലാം, വലിയത്തൊടി വീട്ടിൽ മനു എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് ശേഷം സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട പ്രതികളെ മറ്റ് ജില്ലകളിലേക്ക് വിവരം നൽകിയതിന് പ്രകാരം കാർ സഹിതം കോഴിക്കോട് പോലീസ് തേഞ്ഞിപ്പലം കസ്റ്റഡിയിലെടുത്തു. തേഞ്ഞിപ്പലത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനു, സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ്, മുഹമ്മദ് സിയാദ്, ഹരിഹരൻ, CPOമാരായ ജ്യോതിഷ്, വിനുകുമാർ, പ്രിയ, നീതു എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിൽ ജില്ലാതല ലഹരി വിരുദ്ധ ദിനം സീനിയർ സിവിൽ ജഡ്ജ് സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. MG റോഡിലെ കുഴിയിൽ സ്കൂട്ടറിൽ നിന്ന് വീണ് മകന്റെ ശരീരത്തിലൂടെ ബസ് കയറി 22കാരൻ മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. പുത്തൂർ സെന്റ് തോമസ് കൊറോണ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലീഹായുടെ 103ാം ദുഃഖറാന തിരുനാളിന് കൊടിയേറി. കേരള കാർഷിക സർവകലാശാല ബിരുദദാന ചടങ്ങ് കേരള ഗവർണർ വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.